ഉറങ്ങിക്കിടക്കുന്നവർ വിളിച്ചുണർത്താൻ പണ്ടേ എനിക്കിഷ്ടമല്ല. പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. മറ്റൊന്നുമല്ല, നമുക്ക് ഇന്ന് കോട്ടയത്ത് പോകണം. ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ 9 മണിയാകുമ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു 6 മണിക്കെങ്കിലും ഇറങ്ങിയാലും നമുക്ക് ഒരു 9 മണിയാകുമ്പോൾ അവിടെ എത്താൻ പറ്റും. 5 മണിയായപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റ് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി എടുക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്തൊന്ന് ഒന്നും കൂടെ കൺഫേം ചെയ്ത് കൂട്ടത്തിൽ തേക്കാൻ പോയപ്പോഴേക്കും ചുരിദാർ ഒന്നും കത്തിപ്പോയത്. അതല്ലെങ്കിലും അത്രയല്ലേ ഉള്ളൂ, ഇന്ന് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ വേഗം കുളിച്ച് റെഡിയായി എല്ലാവരും കൂടെ കയറി. അപ്പം 3 പേരും കൂടി പോകുന്നത് ശരിയല്ലല്ലോ, നല്ലൊരു കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് അമ്മേനും കൂടെ വീട്ടിൽ നിന്ന് വലിച്ചു കയറ്റിയായിരുന്നു. 6 മണിക്ക് എഴുന്നേറ്റ് റെഡിയായ അമ്മ സർവത്ര സാധനം കഴിക്കാനുള്ളത് കൊണ്ടാണ് വണ്ടിയിൽ കയറിയത്. ദൈവം സഹായിച്ച് നമുക്ക് പോണ വഴിക്ക് മഴയോ ബ്ലോക്കോ അങ്ങനെ കാര്യമായിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോണ വഴിക്ക് നമുക്ക് ചായ കുടിക്കാറങ്ങാന്ന് പറഞ്ഞിറങ്ങിയ സമയത്ത് അവിടെ കോൾ വന്നായിരുന്നു. വേഗം ചെന്നു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എല്ലാ പരിപാടികളും കഴിഞ്ഞ് 12 മണിയാകുമ്പോഴത്തേക്കും ഞാൻ വണ്ടി കയറി. അപ്പോൾ അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്ന ബ്രെഡും മുട്ടയും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പതിയെ യാത്ര. കുമരകം വഴിയാണ് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പോൾ വരുന്ന വഴിക്കൊക്കെ നല്ലോണം വെള്ളം കയറി. നമ്മൾ കൊച്ചിയിൽ നിന്ന് വിചാരിച്ചത് കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറിയതാണ്. പക്ഷേ കുമരകത്തൊക്കെ എല്ലാ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ശരിക്കും നമുക്ക് സങ്കടം തോന്നും. സത്യത്തിൽ അമ്മമാർ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം തോന്നിയിരുന്നു. മഴ തുടങ്ങിയുള്ളൂ മോളെ, പക്ഷേ നമ്മുടെ കപ്പൊക്കെ പോയി. ഇനിയിപ്പോൾ ഇത് കൊടുത്തിട്ട് വേഗം ക്യാമ്പിലേക്ക് പോകാന്നുള്ളത് വേറെ നിവർത്തിയല്ല. എന്നും മഴ പെയ്ത് കഴിഞ്ഞാലും ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ.